പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ഇപ്പോൾ ഒരു പദ്ധതിയുടെ പ്രഖ്യാപനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയുന്നത്. സ്ത്രീകൾക്ക് മാസം 2500 രൂപ, തൊഴിൽ രഹിതർക്ക് 8500 രൂപ, 500 രൂപയ്ക്ക് ഗ്യാസ്, 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ, 5000 രൂപ പെൻഷൻ, അതായത് 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു വമ്പൻ ഓഫറുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഒരു വാർത്തയാണ്. അപ്പോൾ ആ വാർത്തയുടെ രീതിയിൽ തന്നെ നിങ്ങൾ കാണുക. കാരണം പലപ്പോഴും കമൻറ്റുകൾ അങ്ങനെ വരാറുണ്ട്. നമ്മൾ വാർത്തയാണെന്ന് പറഞ്ഞാൽ പോലും പലരും അതിൻ്റെ രേഖയും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇപ്പോൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി കളം പിടിക്കാൻ കോൺഗ്രസ്. ഒട്ടേറെ ജനപ്രിയ പദ്ധതികൾ ഉൾക്കൊള്ളിച്ച പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. ഡൽഹി വോട്ടർമാർ വലിയ പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി, ജോലി തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ വാരിക്കോരിയുള്ള വാഗ്ദാനങ്ങളാണ് ഈ കോൺഗ്രസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷീലാ ദീക്ഷിതിന് ശേഷം ഡൽഹിക്ക് കോൺഗ്രസ് മുഖ്യമന്ത്രി ലഭിച്ചിട്ടില്ല. വൻ അഴിമതി ആരോപണം ഉന്നയിച്ച് സമരം നയിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ കളം നിറഞ്ഞതും കോൺഗ്രസിനെ പുറത്താക്കി AAP അധികാരത്തിലെത്തിയതും. മൂന്നാം ഊഴം തേടുന്ന കെജ്രിവാളും AAPയും ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസുമായി സഹകരിക്കാതെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഈ തവണ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. AAPയും BJPയും കോൺഗ്രസും വാശിയേറിയ പോരാട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിൽ കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്ന വാഗ്ദാനം വലിയ ചർച്ചയാവുകയാണ്. ട്രാൻസ്ജെൻഡേഴ്സ് സമൂഹത്തിന് തൊഴിലിലും വിദ്യാഭ്യാസ രംഗത്തും സംവരണം കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയാണ് ആകർഷണീയമായ ഏറ്റവും വലിയൊരു പ്രഖ്യാപനമായിട്ട് വന്നിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സ്റ്റൈപ്പൻഡ് അനുവദിക്കുമെന്നും ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തി വിഭവങ്ങൾ തുല്യമായി വീതിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. ഡൽഹി നിവാസികൾക്ക് 25 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ പദ്ധതിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. തൊഴിൽ രഹിതരായ യുവജനങ്ങൾക്ക് വർഷം 8500 രൂപ സ്റ്റൈപ്പൻഡോട് കൂടിയ അപ്രന്റീസ്ഷിപ്പ്, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, സൗജന്യ റേഷൻ, പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രത്യേക മന്ത്രാലയം എന്നിവയും കോൺഗ്രസിൻ്റെ വാഗ്ദാനമാണ്. ഡൽഹിയിലെ പ്രധാന വോട്ട് സമൂഹമാണ് പൂർവാഞ്ചലിൽ നിന്നുള്ളവർ. ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നടത്തി വരികയാണ്. LGBTQIA സമൂഹത്തിനെതിരായ വിവേചനം അവസാനിപ്പിക്കുമെന്നും കോൺഗ്രസ് പറയുന്നു. സ്കോളർഷിപ്പുകളും മറ്റും അനുവദിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. പ്യാരി ദീദി യോജന എന്ന പദ്ധതി വനിതാ വോട്ടർമാരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. പാവപ്പെട്ട വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുക. മെഹൻഗായ് മുക്തി യോജനയും വനിതാ വോട്ടർമാരെ ലക്ഷ്യമിട്ടാണ്. 5 കിലോ അരി, 2 കിലോ പഞ്ചസാര, 1 കിലോ പാചക ഓയിൽ, 6 കിലോ പരിപ്പ്, 250 ഗ്രാം ചായപ്പൊടി എന്നിവ നൽകുന്ന കിറ്റ് ഈ പദ്ധതിക്ക് കീഴിൽ വരും. ഒപ്പം 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടറും. മുതിർന്ന പൗരന്മാർ, വിധവകൾ, അംഗപരിമിതർ, ട്രാൻസ്ജെൻഡർ എന്നിവർക്ക് 5000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. തെലങ്കാന മോഡലിൽ യുവജനങ്ങളെ ആകർഷിക്കാൻ സ്റ്റൈപ്പൻഡും പ്രഖ്യാപിച്ചു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജാതി സെൻസസ് പ്രഖ്യാപനം നടത്തുമെന്നും പ്രകടന പത്രികയിലുണ്ട്. മേൽത്തട്ട് പരിധി 12 ലക്ഷമാക്കി ഉയർത്തും. സെക്ടർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കും. പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി സർക്കാർ കരാറുകളുടെ 15% നീക്കിവെക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഫെബ്രുവരി 5-നാണ് ഡൽഹിയിൽ വോട്ടെടുപ്പ്. വോട്ട് 8-ാം തീയതി എണ്ണും. എന്നാൽ വിമർശകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ ഇതിലെ പകുതി പദ്ധതികളെങ്കിലും നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ് ആ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉണ്ടായേനെ എന്നാണ്. കോൺഗ്രസ് എപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രം ചെയ്യുന്നവരാണെന്നും നടപ്പിലാക്കാനുള്ള അല്ല വാഗ്ദാനങ്ങൾ എന്നാണ് കോൺഗ്രസിൻ്റെ നയമെന്നും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും കോൺഗ്രസ് നടപ്പിലാക്കുന്നത് വേറൊരു രീതിയിലുമാണെന്നാണ് വിമർശകർ പറയുന്നത്.